എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. ചില സ്പെഷ്യൽ മസാലക്കൂട്ട് ചേർത്ത് തയ്യാറാക്കിയെടുത്ത ഈ ഒരു മെഴുക്ക് പുരട്ടി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ. ഒരു പ്രാവശ്യം തയ്യാറാക്കി പിന്നെ നമ്മൾ ഇങ്ങനെ തയ്യാറാക്കിയേ കഴിക്കൂ. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഇതാ ഞാൻ വെണ്ടയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പം 1/2 കിലോയിൽ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക നല്ല പിഞ്ച് വെണ്ടയ്ക്ക നോക്കിയിട്ട് എടുക്കുക. മൂത്ത വെണ്ടയ്ക്ക എടുക്കാതിരിക്കുകയാണ് ഇതുപോലെ മെഴുക്ക് പുരട്ടിയേക്കും തോരനും ഒക്കെ തയ്യാറാക്കുമ്പോൾ നല്ലത്. ഇനി ഇതിനെ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത്. ഇത്രയും നാൾ നിങ്ങളെല്ലാവരും എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വെണ്ടയ്ക്ക അരിയുമ്പം തീരെ അങ്ങ് ഖനം കുറഞ്ഞ് അരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ ഈ ഒരു ഖനത്തിൽ അരിഞ്ഞെടുത്താലും മതി. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാള എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലി എടുക്കുക. അതായത് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയും 3 വറ്റൽമുളക് എടുക്കുക. ചൂടാക്കുകയൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ആ ഒരു പൊടി ഇതിനകത്തേക്ക് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് 1 ടേബിൾ സ്പൂണാണ്. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂൺ മുളക് പൊടി, വറ്റൽമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി, അപ്പോൾ മല്ലിയും ചേർക്കണം, അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർക്കണം. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് ഇപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. കറിവേപ്പില ഒരു 3-4 തണ്ട് കറിവേപ്പില എടുത്തോളൂ. അതും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. അതിനുശേഷം നമ്മളിത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലാണ് ആ വെണ്ടയ്ക്കയിലേക്ക് പൊടികളൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. വെണ്ടയ്ക്ക നമ്മുടെ വീട്ടിൽ സാധാരണ മിക്കപ്പോഴും കാണുന്നൊരു വെജിറ്റബിളാണ്. വെണ്ടയ്ക്ക കൊണ്ട് നമ്മുടെ ചാനലിൽ കുറേ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറികളൊക്കെ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് തയ്യാറാക്കി നോക്കൂ. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് പറയണേ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 5-10 മിനിറ്റ് അത്രയും വെച്ചാൽ മതി. അപ്പം ഞാനൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി ചെറുതായിട്ടൊന്ന് ചൂട് കയറിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെണ്ടയ്ക്കയിലേക്ക്. അപ്പോൾ അതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കുമ്പം ഇതുപോലെ വെളിച്ചെണ്ണ പുരട്ടി വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് വെളിച്ചെണ്ണ ചിലവാവില്ല കേട്ടോ. അല്ലാതെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് വെളിച്ചെണ്ണ കൊടുക്കേണ്ടി വരും ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചിലർക്കെങ്കിലും ഈ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കുമ്പോൾ ഇടയ്ക്ക് ഇത് കുഴഞ്ഞു പോവാറുണ്ട്. അപ്പോൾ അത് കുഴഞ്ഞു പോവാതിരിക്കാനുള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, മെഴുക്ക് പുരട്ടി തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഉടനെ തന്നെ അടച്ചു വെച്ച് കൊടുക്കരുത്. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വെണ്ടയ്ക്ക പകുതി ഫ്രൈ ആയതിന് ശേഷം മാത്രമേ അടച്ചു വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ആവിവെള്ളം വീണിട്ടാണ് നമ്മുടെ ഈ വെണ്ടയ്ക്കയൊക്കെ പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് തയ്യാറാക്കിയെടുത്താൽ മതി കേട്ടോ. കുഴഞ്ഞൊന്നും പോവാതെ നമുക്ക് കിട്ടും. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. തീ കൂട്ടി വെക്കരുത്, കാരണം നമ്മുടെ മുളക് ചേർത്തതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോയില്ലെങ്കിൽ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം കുറച്ചൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. വെളിച്ചെണ്ണയൊന്നും ഇനി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്തായിരിക്കണം നമ്മളിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കേണ്ടത്. ഇത്രയും ഫ്രൈ ആയതിന് ശേഷം മാത്രം അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നിരത്തി ഇതുപോലെ വെച്ചിട്ട് ഒരടപ്പ് ഉപയോഗിച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പം ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇല്ലാച്ചാൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ സമയത്ത് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. ഒന്നും കൂടി നമ്മൾക്ക് ഫ്രൈ ആക്കണമെങ്കിൽ അങ്ങനെയാവാം. വെണ്ടയ്ക്കയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി കഴിക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കിട്ടുക. കുട്ടികൾക്കൊക്കെ അങ്ങനെ കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് നമുക്കിത് കൊടുത്തു വിടാൻ പറ്റും.
ഈ ഒരു വെണ്ടയ്ക്ക റെസിപ്പി അത്യാവശ്യം കുറച്ച് സമയം എടുത്ത് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. എങ്കിലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ആ മല്ലിയൊക്കെ നമ്മൾ ചേർത്തിരിക്കുന്നത് കൊണ്ട് അതൊക്കെ ഫ്രൈ ആയി വരുമ്പം അത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സെക്കൻഡും കൂടി ഞാൻ ആ സ്റ്റൗവിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇതുപോലെ വെണ്ടയ്ക്ക തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ഇതൊക്കെ തയ്യാറാക്കാനുള്ളൊരു പ്രചോദനം കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും ആരും മറന്നുപോകല്ലേ. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.